Next we have to see the Clinopyroxenes, CPX. Okay, those pyroxenes crystallizing in the monoclinic system are brought under this heading. Crystallizing എന്നാണ്. These are considered as a 4-component system. The components are CaMgSi2O6, CaFeSi2O6, Mg2Si2O6 and Fe2Si2O6. ഇനി ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് മിനറൽസ് ആണ് ഈ ക്ലൈനോപൈറോക്സിൻസിൽ. ജസ്റ്റ് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത് പഠിച്ചെടുക്കാൻ. എന്താ വെച്ചാൽ ആ ഫോർമുല സെയിം ആണ്, അതിൽ വരുന്ന കാറ്റയോൺസ് മാത്രമാണ് മാറുന്നത്. ഡയോക്സൈഡ് CaMgSi2O6 അത് സാലൈറ്റ് ആയപ്പോഴേക്കും, ഇത് നമ്മൾ പറയുന്നത് തന്നെ ഡയോക്സൈഡ് സാലൈറ്റ് ഹെഡൻബർഗേറ്റ് സീരീസ് എന്നാണ്. അതായത് CaMgSi2O6 സാലൈറ്റ് ആകുമ്പോൾ CaMgFeSi2O6 വരും. അതിനി ഈ മിനറലൊക്കെ തന്നെ ഓഗൈറ്റ്, പിജിയോണൈറ്റ്, അഗിരിൻ, സ്പോഡുമിൻ, ജാഡൈറ്റ് ഒക്കെ തന്നെ എന്താ വെച്ചാൽ സോഡിയം കണ്ടന്റ് വരുന്ന മിനറൽസ് ആണ്. ഇനി ഇതിൽ പിജിയോണൈറ്റ് ആകുമ്പോൾ MgFeCa2 MgFeSi2O6, അതായത് ഇവിടെ Ca ഉണ്ട്, MgFeൻ്റെ Si2O6. അഗ്രിൻ അല്ലെങ്കിൽ അക്മൈറ്റ് എന്ന് പറയുന്നത് NaFeSi2O6 ആണ്. അതിൽ Fe 3+ ആയിരിക്കും. അതുപോലെ സ്പോഡുമിൻ ലിഥിയം ബെയറിംഗ് പൈറോക്സിൻ ആണ്, LiAlSi2O6. ജാഡൈറ്റ് NaAlSi2O6. N-diopside CaMg MgFeSi2O6. ഹെഡൻബർഗേറ്റ് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടു ഡയോക്സൈഡ് ഹെഡൻബർഗേറ്റ് സീരീസിൽ പെടുന്നതാണ്. ഡയോക്സൈഡ് CaMgSi2O6 ആണെങ്കിൽ ആ Mg മുഴുവനായിട്ട് അയൺ കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡൻബർഗേറ്റ് ആയി CaFeSi2O6. അത് ഫെറോ ഹെഡൻബർഗേറ്റ് ആകുമ്പോൾ എന്താ വെച്ചാൽ Ca പാർട്ട് കൂടി അയൺ റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ദെയർ. CaFe FeCaSi2O6. ഇതാണ് നമ്മുടെ ക്ലൈനോപൈറോക്സിൻ ഗ്രൂപ്പിൽ വരുന്ന മിനറൽസ്. ഓക്കെ, ഇനി ഇതിൽ ഓരോ മിനറൽസ് കൊടുത്ത് പരിശോധിച്ചാൽ നമുക്ക് വായിച്ചു നോക്കാം. ഞാൻ ജസ്റ്റ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടീസ് മാത്രം പറഞ്ഞു പോവുകയാണ്. ഡയോക്സൈഡ് ഷോർട്ട് പ്രിസ്മാറ്റിക് ഹാബിറ്റ്, വിത്ത് ഇൻക്രീസിങ് അയൺ കണ്ടന്റ് ഇറ്റ് ചേഞ്ചസ് ടു പെയിൽ ഗ്രീൻ. ഗ്രേ ആണ് സാധാരണ, കളർലെസ് ടു ഗ്രേ ആണ്. അയൺ കണ്ടന്റ് കൂടുന്നതിനനുസരിച്ച് പെയിൽ ഗ്രീൻ ടു ഡാർക്ക് ഗ്രീൻ ഇൻ കളറായിട്ട് മാറും. 2 ഡയറക്ഷണൽ ക്ലീവേജ് ഉണ്ട്, വിട്രിയസ് ലസ്റ്റർ ഉണ്ട്. തിൻ സെക്ഷനിലേക്ക് എത്തുമ്പോഴേക്കും ഇറ്റ് അപ്പിയേഴ്സ് ഇൻ പ്രിസ്മാറ്റിക് ഫോം, കളർലെസ് ടു പെയിൽ ഗ്രീൻ, 2 ഡയറക്ഷണൽ ക്ലീവേജസ്, സ്ട്രോങ് ബൈറെഫ്രിജൻസ് ആൻഡ് ഇൻക്ലൈൻഡ് എക്സ്റ്റൻഷൻ. ഇൻക്ലൈൻഡ് എക്സ്റ്റൻഷൻ അത്യാവശ്യം നന്നായിട്ട് ഇൻക്ലൈൻഡ് ആകുമ്പോഴാണ് തരുന്നത്. 37 ഡിഗ്രി ടു 44 ഡിഗ്രിയാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ ആംഗിൾ. ജനറലി നോൺ പ്ലിയോക്രോയിക്, ഒപ്റ്റിക്കലി പോസിറ്റീവ്. ഓക്കെ, ഈ ഡയോക്സൈഡ് സാധാരണ നിലയ്ക്ക് പിന്നെ നമ്മൾ കാണുന്ന ഈ ഫോമിലല്ല. അതും ഏറ്റവും ഇതിലോ ഓൾട്ടറേഷൻ നടന്നിട്ട് 2 ആംഫിബോൾ ഗ്രൂപ്പ് ഓഫ് മിനറൽസ് നമ്മൾ പറയുന്ന ഇനി പഠിക്കാൻ പോകുന്ന ഇതിൽ, അതായത് അയനോസിലിക്കേറ്റ് ഡബിൾ ചെയിൻ ഇതിൽ പെട്ടിട്ടുള്ള ട്രിമോളൈറ്റ് ആൻഡ് അക്നോളൈറ്റ് ആയിട്ട് മാറും ഈ ഡയോക്സൈഡ്. ഇനി ഓഗൈറ്റ് ആണെങ്കിൽ ഓഗൈറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് മിനറലാണ് ക്ലൈനോപൈറോക്സിൻസിൽ. എന്താ വെച്ചാൽ അത്യാവശ്യം റോക്ക് ഫോമിങ് മിനറലാണ്. അതായത് നമ്മുടെ ബസാൾട്ടിലും പെരിഡോട്ടൈറ്റിലും അങ്ങനത്തെ ഇതിലൊക്കെ കാണുന്ന ഒരു കോമൺ പൈറോക്സിനാണ് ഓഗൈറ്റ്. Thin section augite is colorless to pale greenish or pale purplish brown, short prismatic form. Cleavage is 2 directional but only one in thin section. അത് 2 directional cleavage ആണ് ഇതിൻ്റെ ഒരു മുഖമുദ്ര എന്ന് തന്നെ പറയാം. പക്ഷേ തിൻ സെക്ഷനിൽ ചിലപ്പോൾ ഒന്നേ പ്രോമിനൻ്റ് ആയിട്ട് ഒന്നേ ചിലപ്പോൾ കൺട്രോൾ ഒന്നും വരും. പ്ലിയോക്രോയിസം വീക്ക് ടു ആബ്സെൻ്റ് ആണ്. ഇൻക്ലൈൻഡ് എക്സ്റ്റൻഷൻ ആണ് 36 ഡിഗ്രി ടു 40 ഡിഗ്രി. വേറെ അടുത്തത് പിജിയോണൈറ്റ്. ഇൻ തിൻ സെക്ഷൻ ഇറ്റ് ഈസ് കളർലെസ്, റിലേറ്റീവ്. ഓക്കെ, എക്സ്റ്റൻഷൻ, ഈ എക്സ്റ്റൻഷൻ ആംഗിൾ വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ഇതിനെ വേർതിരിക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ 36 ടു 40 ആണ് നമ്മുടെ ഓഗൈറ്റ് എങ്കിൽ പിജിയോണൈറ്റിലേക്ക് എത്തുമ്പോഴേക്ക് എക്സ്റ്റൻഷൻ 22 ടു 45 ഡിഗ്രി ആയിട്ട്. ടിന്നിങ് പോളിസിന്തറ്റിക് ടിന്നിങ് ആണ്. അതിപ്പോൾ നമ്മൾ ഈ ടിന്നിങ്ങിനെ ഇത് ചെയ്യേണ്ട, തെറ്റിദ്ധരിക്കേണ്ട. നമ്മൾ ക്രിസ്റ്റലോഗ്രാഫിയിൽ പഠിച്ച അതിൻ്റെ ടിന്നിങ് പ്രോപ്പർട്ടി, പക്ഷേ ഇതിലത് കാണിക്കുക തിൻ സെക്ഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡായിട്ടാണ് ടിന്നിങ് തരിക. അങ്ങനത്തെ ടിന്നിങ്ങിനെ നമ്മൾ പറയും പോളിസിന്തറ്റിക് ടിന്നിങ്. അല്ലെങ്കിൽ ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡായിട്ട് അത് കാണപ്പെടുമ്പോൾ വി കോൾ ദാറ്റ് ഇറ്റ് ഈസ് ഷോയിങ്, വി സേ ദാറ്റ് ഇറ്റ് ഈസ് ഷോയിങ് പോളിസിന്തറ്റിക് ടിന്നിങ്. പിന്നെയൊക്കെ നമ്മുടെ ആൽക്കലിക് ആൽക്കലിക് പൈറോക്സിൻ എന്ന് പറയുന്ന NaFeSi2O6, NaAlSi2O6, LiAlSi2O6 ഇതൊക്കെയാണ് ഈ മിനറൽസ്. സ്ട്രോങ്ലി പ്ലിയോക്രോയിക് ആണ്, ലോങ് പ്രിസ്മാറ്റിക് ക്രിസ്റ്റൽസ്, ഇൻക്ലൈൻഡ് എക്സ്റ്റൻഷൻ ആണ്. നമ്മുടെ അഗ്രിൻ അല്ലെങ്കിൽ അക്മൈറ്റ് എന്ന് 2 പേരും ഇതിനുണ്ട്. പിന്നെ ഒന്ന് ജാഡൈറ്റ് ആണ്. In thin section it is colorless, optically positive, 2 directional cleavage, it is pleochroic. വേറെ ഒന്ന് സ്പോഡുമിൻ ആണ്, ലിഥിയം ബെയറിംഗ് മിനറലാണ്. കളർലെസ് ടു ഗ്രീൻ ഇൻ തിൻ സെക്ഷൻ, യൂഷ്വലി അൻഹെഡ്രൽ. ഓക്കെ, ഈ സ്പോഡുമിൻ ചിലപ്പോൾ ഡയോക്സൈഡ് പോലെ തന്നെയാണ് ജനറൽ അപ്പിയറൻസ്, പക്ഷേ അതിൽ നിന്ന് വേർതിരിച്ചറിയുക എങ്ങനെയാണെന്ന് വെച്ചാൽ
ഇതിൻ്റെ ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ സ്മോളർ എക്സ്റ്റിങ്ഷൻ ആംഗിൾ. ഓക്കെ, ഇതിൻ്റെ എക്സ്റ്റിങ്ഷൻ ആംഗിൾ 23 ഡിഗ്രി ടു 27 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി ഇതാണ് ഇതിലെ നമ്മുടെ ഓരോ പൈറോക്സിൻ എവിടെയൊക്കെ ഒക്കർ ചെയ്യുന്നത്. മഗ്നീഷ്യം റിച്ച് പൈറോക്സിൻ, ഓർത്തോപൈറോക്സിൻ ഈസ് എ കോമൺ കോൺസ്റ്റന്റ് ഓഫ് പെരിഡോട്ടൈറ്റ്സ്, ഗാബ്രോസ്, നോറൈറ്റ്സ് ആൻഡ് ബസാൾട്ട്സ് ആൻഡ് ഈസ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് ഓഗൈറ്റ്, ഒലിവിൻ ആൻഡ് പ്ലാജിയോക്ലൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മഗ്നീഷ്യം റിച്ച് ഓർത്തോപൈറോക്സിൻ കാണപ്പെടുന്നത് ഗാബ്രോ, നോറൈറ്റ് ആൻഡ് ബസാൾട്ട് ആൻഡ് ഈസ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് ഓഗൈറ്റ്. ഓഗൈറ്റ് ഈസ് എ ക്ലൈനോപൈറോക്സിൻ നമ്മളിപ്പോൾ കണ്ടു. പിന്നെ ഒലിവിൻ, പിന്നെ പ്ലാജിയോക്ലൈസ്. പ്ലാജിയോക്ലൈസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഫെൽസ്പാറാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെയാണ് ഈ മഗ്നീഷ്യം റിച്ച് ഓർത്തോപൈറോക്സിൻ കാണും. പൈറോക്സിനേറ്റ് എന്ന് പറയുന്ന മിക്കവാറും 90% കൂടുതൽ പൈറോക്സിൻ മിനറൽസുള്ള മിനറൽസ് അതിലിത് കാണും. ഓർത്തോപൈറോക്സിൻസ് may also be found in metamorphic rocks, some type which are other high temperature and high pressure origin such as in granulate facies of rocks. എന്താ വെച്ചാൽ സാധാരണ കേസിൽ ഇത് ചെയ്യും, ഓൾട്ടർ ചെയ്യും സാധാരണ നിലയ്ക്ക്. അതല്ലാതെ അത് എസ് പൈറോക്സിൻ മിനറലായിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഗ്രാനുലേറ്റ് ഫേഷ്യസ് ഓഫ് മെറ്റമോർഫിസം നടക്കുന്ന ഹൈ ടെമ്പറേച്ചർ പ്രഷർ ഒറിജിനിലുള്ള മെറ്റമോർഫിക് റോക്കിലാണ് നമുക്ക് പൈറോക്സിൻസ് കാണുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന നമ്മൾ കരിങ്കല്ല് നമ്മൾ വിളിക്കുന്ന ചാർണക്കൈറ്റ്, നമ്മൾ ഈ വർഷം പഠിക്കും, മെറ്റമോർഫിക് പെട്രോളജിയിൽ പഠിക്കും. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് മിനറൽ അല്ലെങ്കിൽ അതിൻ്റെ എസെൻഷ്യൽ മിനറലായിട്ട് പറയുന്നത് ഹൈപ്പർസ്തീനാണ്. PGNite is common in high temperature, rapidly cooled lavas. It is present in some volcanic rocks but is known from metamorphic rocks as well. Okay. Diopside and Hedenbergite are common in metamorphic rocks. Diopside and Hedenbergite are also known as products of igneous crystallization. അതാണ് ഈ ഡയോപ്സൈഡ് ഹെഡൻബർഗൈറ്റ് എന്ന് വെച്ചാൽ മെറ്റമോർഫിക് ക്രിസ്റ്റലൈസേഷൻ കൊണ്ടുണ്ടാകുന്നുണ്ട്, ഇഗ്നിയസ് ക്രിസ്റ്റലൈസ് ചെയ്തിട്ടും വരുന്നുണ്ട്, മെറ്റമോർഫിസം കൊണ്ടും വരുന്നുണ്ട്. Augite is the most common pyroxene and an important rock forming mineral. Augite ആണ് ഉള്ളതിൽ ഏറ്റവും കോമൺ pyroxene. It is found chiefly in the dark colored igneous rocks such as basaltic lavas and intrusives, gabbros, peridotites and andesites. അത് നമ്മൾ ഫെറോമഗ്നീഷ്യൻസ്, നമ്മുടെ മാഫിക് റോക്സ് എന്നൊക്കെ പറയുന്ന മിനറൽസിൽ പെട്ടതാണ്. അതിൽ ഇതാണ് Augite. Jadeite is found only in metamorphic rocks. Okay. It is formed under high pressure and relatively low temperature conditions of metamorphism. നിങ്ങൾ മെറ്റമോർഫിസം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ടെമ്പറേച്ചർ കണ്ടീഷൻ, ഓരോ പ്രഷർ ടെമ്പറേച്ചർ കണ്ടീഷനിൽ ഉണ്ടാകുന്ന മിനറൽസ് വ്യത്യാസം. അവിടെ നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ വീണ്ടും കാണും. Agrin is comparatively rare rock forming mineral found chiefly in igneous rocks, rich in sodium and poor in silica such as nepheline cyanite, phonolite തുടങ്ങി വളരെ കുറവ് കാണപ്പെടുന്ന റോക്കിൽപ്പെട്ടതാണ് നമുക്ക് ഈ അഗ്രീനൊക്കെ കിട്ടുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ സ്ഫോഡുമിൻ ഈസ് എ കമ്പാരിറ്റീവ്ലി റയർ മിനറൽ ഫൗണ്ട് ആൾമോസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ഇൻ lithium rich pegmatites. Okay.